ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നീറ്റപാട് നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്നൊരു ഉത്രാടപ്പാച്ചിലിൻ്റെ ദിവസമാണ് കേട്ടോ. എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ നീറ്റതേ കിളി മാറിയിട്ടാണ് കേട്ടോ. ആദ്യം എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നീറ്റപാടന്നെ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി ഒന്ന് വൃത്തിക്ക് മെനക്കി ഒന്ന് മുടി ഒന്ന് ഒതുക്കി വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. ഇങ്ങനെ പാറി പറത്തിയിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളേ. കുറച്ച് നേരമൊക്കെ ഞാനിങ്ങനെ വിടർത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതൊക്കെ കൂടെ അമ്മക്കിട്ട് അങ്ങോട്ട് കെട്ടി വെക്കുകയാണ്. എപ്പോഴും മിക്ക വിധം ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സുഖമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാനിങ്ങനെയും പൂജിട്ട് നേരെ ഓപ്പോസിറ്റ്. അവൾക്ക് ഇങ്ങനെ പരത്തിയിടണതാണ് മുടി, ഇങ്ങനെ എപ്പോഴും പരത്തിയിടണതാണ് ഇഷ്ടം. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി നമ്മൾ ബ്രഷ് ചെയ്ത് ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് നേരെ ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് കിടക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ചധികം അലക്കാൻ വേണ്ടി, കുറച്ചധികം വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റേ ഉള്ളൂ. ഇനി നാളെ ആകുമ്പോഴേക്കും അത് 2 ബക്കറ്റ് ആവണം. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് തിരുമ്പാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ബാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അത് അങ്ങോട്ട് കൂടി കിടക്കും. പിന്നെ നമുക്കത് പിറ്റേ സാമ്പിളിക്ക് ഇരട്ടിക്കാവും കൈവേദന. അപ്പോൾ അതിലധികമായിരിക്കും. ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ബക്കറ്റായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. തട്ടക്കം പിത്തൊക്കെ വെച്ചിട്ട് പോകേണ്ട, ഉറക്കച്ചടവ് അങ്ങനെ ഉണ്ട്, മടി അങ്ങനെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ പിന്നാന്നനെ മഴയുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ നല്ല രസമാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആണെങ്കിലും ഇവിടെ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. കുളത്തിൽ ഇന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴാവും ആളും പാളൊക്കെ ഉണ്ടാവുക. ഇതാണെങ്കിൽ ഇപ്പോൾ നേരം വെളുത്തിങ്ങോട്ട് വരണല്ലേ ഉള്ളൂ. കണ്ടോ കണ്ടാ ഇങ്ങനെയാണല്ലേ ഇറങ്ങണ്ടേ. കുഞ്ഞാപ്പി മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാണ് നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോയിൽ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടണില്ല. പക്ഷെ അത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന് ചുറ്റോറും കിടന്നിട്ട് കിക്കിളിയാക്കിയിട്ട് ഒരു നമുക്ക് തിരുമ്പാൻ വേണ്ടിയിട്ട് ഒരു സ്വൈരം തരില്ല, അത്രയും ഉണ്ട് കേട്ടോ. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവറ്റകളെ കാണില്ലേ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വരും. ഇറങ്ങാനുള്ള മടിയിലാണെങ്കിൽ നിൽക്കുന്നത്. ഒന്നാമത് തലേ ദിവസം ഉറങ്ങാൻ വേണ്ടി ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഊപ്പാടിൻ്റെ അവിലും കഞ്ഞി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായി. അതങ്ങനെ അങ്ങോട്ട് അതിൻ്റെ വഴിക്ക് കാര്യങ്ങൾ നടന്നോളും. ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അങ്ങനെ നമ്മൾ സോപ്പ് പൊടിയൊക്കെ കലക്കിയിട്ട് തുണികളൊക്കെ പുതുക്കി വെച്ചിട്ട് വേഗം അങ്ങോട്ട് തിരുമ്പി കയറി പോരാം. ഇവിടേക്ക് പോന്നിട്ടില്ലെങ്കിൽ, ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. വീട്ടിലാകുമ്പോൾ നമ്മുടെ അലക്ക് കല്ല് പുറത്ത് ബാത്റൂമിൻ്റെ ഉള്ളിലായിരുന്നു. അതുകൊണ്ട് തിരുമ്പലും കാര്യങ്ങളൊക്കെ പൂജിട്ട് അങ്ങോട്ട് തീർത്തായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഈ ഒരു പണിയും കൂടെ എനിക്ക് എക്സ്ട്രാ കിട്ടി എന്നുള്ളതാണ് ഒരുമിച്ചെന്ന് പറയണത്. ബാക്കിയെല്ലാം ചെയ്യണം, തിരുമ്പലും കൂടെ ചെയ്യണം. മറ്റേത് അത് അവൾ ചെയ്തായിരുന്നു. തോട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വെറുതെ ഞാൻ നിൽക്കണ്ടല്ലോ നോക്കൂത്തി പോലെ വെച്ചിട്ട് വരുമ്പോൾ പറയും കേട്ടോ പൂജിട്ടി ഞാൻ തിരുമ്പി. ഞാൻ പറയും ഇന്ന് ഞാൻ തിരുമ്പില്ല കേട്ടോ, എനിക്ക് കൈവേദന എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നും ഞാൻ വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ അത് അങ്ങോട്ട് തീരും കേട്ടോ. 2 ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റ് അവളും ചെയ്യാറുണ്ട്, ഒരു ബക്കറ്റ് ഞാനും ചെയ്യും. വീഡിയോയിലേക്ക് വേണ്ടി അവൾ നിൽക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ അവളുടെ നമ്മൾ ഡ്രസ്സൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളായിരിക്കും. അവൾക്ക് അങ്ങനെ വീഡിയോയിൽ വരാൻ വേണ്ടി പാടാണ്. പൂജിട്ടീന്ന് ഞാൻ കാണിക്കാണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ബക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വേഗം ടപ്പേന്ന് അങ്ങോട്ട് തിരുമ്പിയിട്ട് നമ്മൾ ഒലിവി പിഴിഞ്ഞ് വേഗം കയറാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ ഓരോരോ കാര്യങ്ങൾ തലേ ദിവസം എൻ്റെ പ്ലാൻ ഇന്ന സമയം കൊണ്ട് ഇന്നത് തീർക്കുക, ഇന്ന സമയം കൊണ്ട് ഇന്നത് തീർക്കുക എന്ന് പറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. ഒട്ടുമിക്കതും ഇന്ന് ഓട്ടപ്പാച്ചിലിൻ്റെ ഒരു അയ്യരുകളെയാണ്. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ വേഗം തീർക്കണം. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളും ഈ ക്ലീനിങ് കൊണ്ട് കഴിഞ്ഞാൽ തന്നെ പകുതി കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിന്ന് തീർത്ത് കൊടുക്കാൻ വേണ്ടി ഒരുപാടുണ്ട്. എന്താ വെച്ചാൽ നാളെ നാളെ തിരുവോണമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ തീർക്കണം നമുക്ക് ഇരുന്നിട്ട്. അതിൻ്റെയും കൂടെ ഒരു പാച്ചിലാണ് കേട്ടോ ഇത്. ഈ ഉരുമ്പി പിടിയാന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ വലിയ ചടങ്ങാട്ടോ. 2 ബക്കറ്റിൽ വെള്ളം എടുക്കണം, പിന്നെ ആദ്യം നൂലുമ്പണം, പിന്നെ നൂലുമ്പി പിഴിയണം. ഇതാകുമ്പോൾ ഒരു പാടുമില്ല. വേഗം നമുക്ക് തിരുമ്പലും കഴിഞ്ഞ് ടപ്പേന്ന് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഇതെവിടെ കൊണ്ടേ ഉണക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇന്നലെ വൈകിട്ട് നമ്മൾ തിരുമ്മിണ്ടായിരുന്നില്ലേ, അത് അവിടെ ഉണക്കിയിട്ട് തന്നെ മഴ കൊണ്ടിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനത് അവിടെ കൊണ്ട് വെച്ചു. ഒന്നും കൊണ്ട് വെയിൽ വരികയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുളിക്കുന്നതിന് മുന്നേ ഞാൻ സിറ്റ് ഔട്ടാണ് തുടച്ചിട്ട് പൂച്ച വന്നിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പൂച്ച മുള്ളിയൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇടയ്ക്ക് കേൾക്കാം. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴേക്കും വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. കണ്ണുകുട്ടി ഞാനാണ് ആദ്യം വാള് വെക്കുന്ന ആൾ. ഈ ചവിട്ടി വിടണത് അത്ര സേഫ് അല്ലാന്ന് തോന്നുന്നു. രാത്രി ആകുമ്പോൾ അങ്ങോട്ട് എടുത്തിടണം. ഞാൻ മറക്കാൻ ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് വേണം. ഇന്നിപ്പോൾ തിരുമ്പാൻ പോകുമ്പോൾ, വൈകിട്ട് പോകുമ്പോൾ, ഈവനിങ്ങിൽ പോകുമ്പോൾ അതങ്ങോട്ട് തിരുമ്പിടണം. അത് പുറത്തിടുമ്പോൾ അത് അവിടെ കിടന്ന് സുഖമായിട്ട് അതിൻ്റെ മേലെ കിടന്നിട്ട് മണ്ടയ്ക്ക് കിടന്നിട്ട് അവിടെ മുള്ളിടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ രാവിലെ എന്തായാലും സിറ്റ് ഔട്ട് അങ്ങോട്ട് തുടച്ചിടും. അതാകുമ്പോൾ ഒരു വൃത്തി മെനയുണ്ടാവും. മറ്റേ തലേ ദിവസം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾ കണ്ണൻകുട്ടിയൊക്കെ കളിച്ചങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരറ്റ കയറലാണ്ട് കയറും. അപ്പോൾ അവിടെയൊക്കെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാലും ഈ ചളി തെറിക്കും. അപ്പോൾ അത് കാരണം സിറ്റ് ഔട്ട് അങ്ങോട്ട് തുടച്ച് വൃത്തി മെനയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ ഒരാൾ വന്ന് കയറുകയാണെങ്കിൽ അയ്യേ എന്ന് പറയണ്ടല്ലോ. ഉള്ളിൽ എങ്ങനെയായാലും നീറ്റ് ആവും കേട്ടോ. തലേ ദിവസം നമ്മൾ അടിച്ചു വാരി തുടക്കണേ കൊണ്ടേ അങ്ങനെ ഒരു അടിച്ചു വാരിയിട്ടാൽ തന്നെ ഒരു വൃത്തിക്ക് കിടക്കും. ഇവിടെ ഇങ്ങനെ കയ്യോടെ അങ്ങോട്ട് തുടച്ചിട്ടിട്ട് ഇനി നമുക്ക് കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ വെച്ചിട്ട്. മറ്റേത് ഞാൻ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടയ്ക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അത് പാടാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി 2 സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണ് നിൽക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ആ തുണിൻ്റെ ഒന്നും ഒലുമ്പി പിഴിഞ്ഞിട്ട് അവിടെ ഇടുക ചെയ്യുക. എന്താ വെച്ചാൽ കയറുമ്പോഴില്ലേ അവിടെ ഇങ്ങോട്ട് തുടച്ചിട്ട് കയറിയാൽ നമ്മുടെ ഉള്ളിലത്തെ
ചവിട്ടിയിൽ വലിയ അഴുക്കാവില്ല, പിന്നെ ഒരു അലമ്പാവില്ല വിചാരിച്ചിട്ട് പൂജിട്ട് ഇന്ന് ചാണകം മെഴുകലും പൂവിടലിൽ നിന്ന് കണ്ണൻകുട്ടി ആവാനാണ്. ഞാനിനി അതിനും കൂടെ ഇരിക്കുമ്പോഴേക്കുള്ള നേരം കൂടെ പോകട്ടോ. അങ്ങനെ ടപ്പേയെ തന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് 7:10 7:15 ഏകദേശം ആയിട്ടുണ്ടാവും. വിളക്ക് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുളി കഴിഞ്ഞ് രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിളക്ക് വെക്കട്ടോ. അതിപ്പോൾ നേരത്തെ കാലത്ത് വിളക്ക് വെക്കണമെന്നില്ല, ഞാനിപ്പോൾ 7 മണിയായാലും 7:30 ആയാലും 8 മണിയായാലും വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ വെച്ചു. വിളക്ക് വെച്ചു എന്നല്ല, വിളക്ക് വെക്കുകയാണ്. ഇവിടെ സ്റ്റാൻഡ് തറച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് വൈറ്റ് സ്റ്റാൻഡായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കായപ്പോൾ ഇവിടെ ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ അടിക്കാൻ വേണ്ടി വാങ്ങിയിട്ട് കുറച്ച് മിച്ചുണ്ടായിരുന്നു, അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് അടിച്ചു. അപ്പോൾ പിന്നെ വലിയ വൃത്തിയുടെ അറിയില്ല, പുറത്തും കൂടെ അടിക്കാൻ വേണ്ടി തികഞ്ഞില്ല. ഇനി കുഞ്ഞൊരു ബോട്ടിൽ വാങ്ങിയിട്ട് പുറത്തും കൂടെ അടിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ഇതായി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മക്കളെ 2 ദിവസമായിട്ട് നല്ല മഴയാണെന്ന്. ഇന്ന് അതിനേക്കാട്ടിലും മഴയാണ് കേട്ടോ. ഒരു മിനിറ്റ് ഒഴിവില്ല, മഴയ്ക്ക് അത്രയും മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പൂവിടൽ കണ്ണൻകുട്ടി നീട്ടിട്ട് അവൻ 7:30 ഉള്ളിലൊക്കെ നീക്കും ഇട്ടിട്ടോളായിരിക്കും. ഞാനിപ്പോൾ ഈ മഴയത്ത് പൂവിടാൻ വേണ്ടി നിൽക്കണില്ല, വിചാരിച്ച് നേരെ കിച്ചണിൽ കയറി നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കാറ്റും വെളിച്ചൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഈ ജനലും കൂടി തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല മഴയാണ് ഗൈസ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല രസമുണ്ട്, കാലാവസ്ഥ അടിപൊളിയാ. നല്ല മഴയാണ് ഗൈസ്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല രസമുണ്ട്, കാലാവസ്ഥ അടിപൊളിയാ. നാളെ മറ്റൊന്ന് ഇങ്ങനെ വിശേഷമായി. നമുക്ക് എവിടേക്കും പോവുകയും വേണ്ട, ഒതുക്കി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. രാമേരന് പോയി തിരിച്ചു വന്നിട്ട് നന്നായിട്ടോ. ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ട് നമ്മുടെ ഇപ്പം മഴ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൂടാൻ പറ്റുള്ളൂ, മഴ മാറണ്ടേ. മഴ മാറാതെ ഒരു രക്ഷയില്ല. ചപ്പാത്തിയാണ് കേട്ടോ അത്. ഇനി നമുക്ക് ചായ പരിപാടി നോക്കാം. അപ്പോഴേക്കും മഴ മാറാനനുസരിച്ച് പോകാം. ഓക്കെ ഓക്കെ. ചപ്പാത്തി ആക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ചിക്കൻ്റെ മിച്ചം വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് കറി എക്സ്ട്രാ ഉണ്ടാക്കണ്ട, പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും കൂടെ ഇന്ന് അങ്ങനെ അങ്ങോട്ട് പൊക്കോളും എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ എന്താ അറിയോ, ചോറും കറിയും കൂടെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ പ്ലാനിങ് ആകെ മാറിപ്പോവും, ഇത്രയും സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതെല്ലാം കൂടെ ഒരുമിച്ച് തീരില്ല. പിന്നെ നമുക്ക് ഉച്ചരിഞ്ഞിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ടും പോകാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ ഒക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഐഡിയക്ക് നിന്നത് കേട്ടോ. ചപ്പാത്തി ആണെങ്കിൽ പിന്നെ എന്താ അറിയോ, വയറ് നിറയെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ച വരെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം. അതുപോലെ കുറച്ച് മിച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്ക് നേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആവും. ഞാനിങ്ങനെ തിളച്ച വെള്ളത്തിലാണ് ഇന്ന് കുഴക്കുന്നത്. ചില സമയങ്ങളിൽ ഞാൻ പച്ചവെള്ളത്തിലും കുഴക്കാറുണ്ട്. ഇന്നിപ്പോൾ തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് വാട്ടി കുഴക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. രണ്ടും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടി കുഴച്ച് ചാമ്പി എടുത്തിട്ട് നമുക്കതൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഞാൻ കുറച്ച് ഓയിലും ഉപ്പും എല്ലാം കൂടെ പാകത്തിനിട്ടിട്ടാണ് തിളച്ച വെള്ളത്തിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇവിടെയും വെച്ചിട്ടൊന്ന് കിച്ചൺ ടേബിളിലും വെച്ചിട്ടൊന്ന് ചപ്പാത്തി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ സോഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലോണം കാര്യമായിട്ട് കുഴച്ചു. അതിൻ്റെ മേലെ കുറച്ച് എണ്ണയും കൂടെ പുരട്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കിച്ചൺ ടേബിൾ കയ്യോടെ അങ്ങോട്ട് തുടച്ചെടുത്തു കേട്ടോ. ഇനി അവിടെ അലമ്പാവണ്ടെന്ന് വിചാരിച്ചിട്ട്. എനിക്കിങ്ങനെ അവിടെ ഇവിടെ അതും ഇതും ഇങ്ങനെ നിരന്ന് കിടക്കണം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ കയ്യോട് അങ്ങോട്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു സുഖമാണ്, കാണുമ്പോൾ ഒരു മെനയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴേക്കും ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പാകത്തിന് പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പരിപാടി അങ്ങോട്ട് തീർക്കുക. എനിക്കില്ലേ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, 1/2 ഗ്ലാസ് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ പോലെ കൈ വിറയ്ക്കുന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ കാലത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ ചായ ഉണ്ടാക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10-10:30 വരെയൊക്കെ ഞാൻ അങ്ങനെ സ്മൂത്തായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ 11:30 വരെയും 12 മണി വരെയും ഞാൻ പൊക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചായ നേരത്തെ ആക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ചിക്കൻ കറിയുടെ കാര്യം, അതാണ് ഇരിക്കുന്നത്. ഞാൻ തലേ ദിവസം ആ ചട്ടിയിൽ തന്നെ വെച്ചു. എനിക്ക് പിറ്റേ ദിവസം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരം വൈകിട്ടായിരുന്നല്ലോ തലേ ദിവസത്തെ ബ്ലോഗിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ അങ്ങോട്ട് വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനതൊക്കെ കുഞ്ഞു പാത്രത്തിലാക്കി മാറ്റി വെക്കാറാണ് പതിവ്. ഇതിപ്പോൾ എക്സ്ട്രാ കുറച്ച് കൂടുതൽ ഞാൻ ആക്കിയോണ്ട് നമ്മൾക്ക് വേണ്ടത് ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ട് ബാക്കി അങ്ങനെ ഇളക്കാണ്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കിഴങ്ങിട്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ കേടൊന്നും വരില്ല. എന്നിട്ട് നാളികേരം ചിരകണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നാളികേരം ഒഴിച്ച് കറി ആക്കിയാൽ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ഇന്നലെ കഴിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇന്ന് അതിനൊരു മേക്ക് ഓവർ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ വറുത്തരയ്ക്കാറുണ്ട്, ഇന്നിപ്പോൾ അതിന് നേരമില്ല, അതുകൊണ്ട് മടിയില്ലോണ്ടും ഞാൻ നാളികേരം അങ്ങോട്ട് ചിരകി എടുത്തു. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും 2 ചെറുള്ളിയും കൂടെ കൂട്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചാൽ മതി കേട്ടോ. അതാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. പെരിഞ്ചീരകം ഇടാൻ വേണ്ടി മറക്കണ്ട. ഞാൻ അതിൽ വഴറ്റണ സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ നാളികേരം അരക്കണേലും കൂടെ അങ്ങനെ ചെയ്യാറുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കതുകൊണ്ട് അരയ്ക്കാം കേട്ടോ. എനിക്ക് ഈ മിക്സിയിൽ ഇപ്പോൾ തൊടാൻ വേണ്ടി പേടിയാണ്. ഞാനിപ്പോൾ മിക്സി താഴേക്ക് എടുത്ത് വെച്ചു കേട്ടോ.
ഇവിടെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പാത്രം ആ റേക്കിൽ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെയോ വെള്ളമായിട്ടാണ് തോന്നുന്നു ഷോക്ക് അടിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ ഷോക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ അത് കാരണം അത് ഞാൻ എടുത്ത് താഴേക്ക് വെച്ചു. നമുക്ക് ആവശ്യം നമ്മൾ എന്നും മിക്സിയിൽ അരക്കില്ലല്ലോ, അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ നാളികേരമൊക്കെ മിക്സിയുടെ ജാറിലാക്കിയിട്ട് നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വറുത്തരയ്ക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ ടേസ്റ്റാണ്. പച്ചയ്ക്ക് അരയ്ക്കുകയാണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് വറുത്തരച്ച കറിയോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലാണ്. എന്തായാലും നമ്മൾ ഇതിങ്ങനെ ഇങ്ങോട്ട് അരച്ചെടുത്തു. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. വേഗം കാര്യങ്ങൾ ഈസിയിൽ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് ഒഴിവാക്കണം. എനിക്കെന്താ അറിയോ, ഓണത്തിനുള്ളതല്ലേ, അവർക്ക് കറക്റ്റ് സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചിലവർക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മളതിൽ മെനക്കേടല്ലേ. അപ്പോൾ അത് കാരണം അതിനും കൂടെ ഒരു എക്സ്ട്രാ ടൈം നമ്മൾ കണ്ടെത്തണമല്ലോ. ആ സമയത്ത് എനിക്ക് പറ്റില്ല കേട്ടോ, ചേച്ചിയെ നിങ്ങൾ അങ്ങനെ ഇട്ടോളൂ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരടിക്കാൻ വേണ്ടി തരില്ലല്ലോ. അപ്പോൾ അത് കാരണം എനിക്ക് പേടിയാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കറക്റ്റ് ചിലപ്പോൾ അളവൊന്നും കറക്റ്റ് ആയിരിക്കില്ല അവർ തരിക. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാവുമ്പോൾ നമുക്കും അതും ഒരു ടെൻഷനല്ലേ. അപ്പോൾ അവരിട്ട് അത് ഓക്കെ ആവണ വരെ എനിക്കും ടെൻഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ ഒന്ന് അരച്ചൊഴിച്ചിട്ടുണ്ട്. കറി തിളച്ച് വന്നപ്പോൾ പാകത്തിലുള്ള ഗ്രേവിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനതങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടി, ഇനി ഞാനത് വറുത്തിടൊന്നുമില്ല കേട്ടോ, ഓൾറെഡി ഒക്കെ വറുത്തിട്ടല്ലേ. അതുകൊണ്ട് അതങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഓഫാക്കും. എന്നിട്ട് ഇരിക്കുന്ന 2 പാത്രങ്ങളാണെങ്കിലും കയ്യോടെ അങ്ങോട്ട് കഴുകി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിന് കൂടി വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ ഒരുപാട് കഴുകാൻ വേണ്ടി കാണുന്നത് ദേഷ്യം. അതുകൊണ്ട് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും പൂജിട്ട് പറയും അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ ചോദിക്കും. ഞാൻ പറഞ്ഞു പറ്റില്ല, ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് കഴിച്ചിട്ടാണെങ്കിൽ അതങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ഒക്കെ ഒരുമിച്ച് ചെയ്താൽ മതി, ഇതും നമ്മൾ ചെയ്യണമെന്നല്ലേ തോന്നും. പക്ഷെ അത് അവിടെ മൊത്തത്തിൽ ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് പാത്രങ്ങളൊക്കെ ഒഴിച്ച് മോറിയത്. തലേദിവസത്തെ ഇത്തിരി ചോറുണ്ടായിരുന്നു, അതാണ് ആ ചെമ്പ് കഴുകാണ്ടിരുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ ചോറ് മൊത്തത്തിൽ തുടച്ചെടുത്ത് കഴിച്ച് പാത്രം കഴുകി വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയണേക്കാം. എന്തോ ചില ദിവസങ്ങളിൽ ഇവിടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ദിവസം ഞാൻ പറഞ്ഞ പോലെ കളയാറുമില്ല കേട്ടോ. അങ്ങനെ വയ്ക്കും, വെള്ളം ഒഴിച്ച് വയ്ക്കും. ഞാനും കടംകുട്ടിയും പഴഞ്ചോറ് തിന്നുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഒന്ന് ചവിട്ടി പിടിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പഴഞ്ചോറ് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. ഇഷ്ടമാണ് ഞങ്ങൾക്കത്. പൂജയ്ക്ക് വലിയ താല്പര്യമില്ല. ഷാജേട്ടൻ പിന്നെ അത് തൊട്ട് നോക്കുകയില്ല. അങ്ങനെ ഞങ്ങളെല്ലാം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് നിൽക്കുക. ഈ ഒരു സമയത്തിൻ്റെ കയ്യില്ലേ ഇങ്ങനെ മുറിച്ചങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയമാണ് കേട്ടോ. നല്ല പെയിനാണ്. എന്നാലും എനിക്കിത് വെറുതെ ഇരിക്കുമ്പോൾ ഈ വേദന കൂടുമ്പോൾ അതിലിരട്ടി എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കടച്ചിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് വേദന വരുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു വേദനയാണ്. ദേഷ്യവും സങ്കടമൊക്കെ കൂടെ വരുന്ന ഒരു വേദന ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ പൂജിട്ട് പരത്തി തരും. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കുക, ഞാൻ ചെയ്യട്ടെ. വെറുതെ ഇരിക്കുമ്പോൾ അത് കൂടുതൽ പോകാൻ തോന്നും. ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പം. അത് സ്റ്റെക്കായിട്ട് ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് വേദനയുടെ ഇരട്ടി വേദന വരണ പോലെ തോന്നാറുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ പരത്താമെന്ന് പറഞ്ഞു. പകുതി ഞാൻ പരത്തി, പകുതി എനിക്ക് പൂജിട്ടിയാണ് പരത്തി തന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ പരത്തി കഴിഞ്ഞാൽ എനിക്ക് ചൂടാൻ നിന്നാൽ മതി. പിന്നെ ബാക്കി കുട്ടിയാണ് കേട്ടോ, പൂജിട്ടിയാണ് കേട്ടോ എനിക്ക് പരത്തി തന്നത്. അവൾ ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടികൾക്ക് അവരുടെ ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ നിൽക്കണം അല്ലെങ്കിൽ ഇന്നത് അങ്ങനെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അവർക്ക് ഓക്കെ ആകുമ്പോൾ നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് അവരെ കാണിക്കാത്ത വെച്ചാൽ ചെയ്യണതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവൾക്കൊരു മൂഡ് തോന്നി അവൾ തന്നെ ക്യാമറ വെച്ച് ചെയ്യാറുമുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ചായക്കായി, ചപ്പാത്തിയായി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിനി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ചപ്പാത്തി ചുടുന്നതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചുടലും പൂജിട്ടി പറത്തലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ആളുണ്ടായിരുന്നില്ല. കണ്ണൻകുട്ടിയോടെ പൂവിടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയും കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. കണ്ണൻകുട്ടി പൂവിട്ടിട്ട് അവൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അവൻ വരുന്ന സമയം കൊണ്ട് അവൻ കൂട്ടുകാരെ കൂടെ പോയിട്ടില്ല. അപ്പോൾ വേഗം ഒന്നും കുളിച്ചിട്ട് വരില്ല. അപ്പോൾ ഞാനും പൂജിട്ടും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടി ഇട്ട അന്നത്തെ പൂക്കളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലത്തെ ചായ കൂടി ഇങ്ങനെ മെല്ലെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കാറ് കേട്ടോ. ഉച്ചാകുമ്പോഴത്തേയും രാത്രിത്തൊക്കെ ടപ്പടപ്പം ഇതിനെ കഴിക്കുക ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചാകുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് വേണം ലൈവിൽ കയറാൻ വേണ്ടി. അപ്പോൾ അതൊരു വെപ്രാളായിരിക്കും. രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നിട്ടാണ് ചായയൊക്കെ കുടിക്കുക കേട്ടോ. അങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. കണ്ണൻകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അവനോട് പോയിട്ട് വേഗം മാറ്റി വരാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണൻകുട്ടി ഇനി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ചായയൊക്കെ കുടിച്ചോളും. അവട്ടെ പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, രസമുണ്ടോ? മഴ പെയ്തിട്ടാട്ടോ ഇങ്ങനെ. ഹായ്, നമ്മൾ രാവിലെ ചായ കുടിയൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു. നമുക്ക് കറണ്ട് വന്നു. ഞാൻ ജനൽ തുറന്നിട്ടിട്ടായിരുന്നു കേട്ടോ സംസാരിച്ചായിരുന്നു. ഇനി നമ്മൾ വളാഞ്ചേരി പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് പെരുമഴ വരുന്നത്. നല്ല മഴയാണ് കേട്ടോ. അപ്പം മഴ മാറുന്നതിനനുസരിച്ചിട്ടാണ് അപ്പം നല്ല മഴയാണ്. മഴ മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാനും പൂജിട്ടിയും പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി പോരട്ടെ. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പാച്ചിലാവുമ്പോൾ നല്ല തിരക്കും ബ്ലോക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ പോട്ടെ കേട്ടോ. പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വരാം.
അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഓണം പർച്ചേസിങ്ങിന് പോവാം. എല്ലാവരും പോരും കേട്ടോ. മഴയാണ് ഗൈസ്, എങ്ങനെ ഇപ്പം നമ്മൾ പോവും? അതിനപ്പോൾ കുടുങ്ങിയത്. നനഞ്ഞ് കിട്ടിയ വലിയ കുഴപ്പമില്ല, നല്ല മടിയാവും. നനയണ വരെ ഭയങ്കര മടിയാവും, ഒരു രക്ഷയില്ല. ഈ ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? പൂജിച്ചിരിക്കുന്നു കേട്ടോ, ഓവർ കളറാണ് നമുക്ക്. സാരില്ല, കുറച്ചൊന്ന് ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ എന്നാണല്ല, അതുപോലെയാണ് ഇപ്പം എൻ്റെ കഥ. മഴ മാറണോ അതോ നമ്മൾ പോകണോ? നമ്മളങ്ങോട്ട് പോവാം അല്ലേ? അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ഇനി ഇവിടുന്ന് ഒന്നും വീഡിയോ കൊടുക്കില്ല, നല്ല മഴയാണ്. നമ്മുടെ ഫോൺ അല്ലെങ്കിൽ തന്നെ പണി തന്നുകൊണ്ടിരിക്കുക. നമുക്ക് വളാഞ്ചേരി എത്തിയിട്ട് കാണാം കേട്ടോ. ഉച്ചമ്പഴത്തെ ചോറുണ്ടല്ലൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ലൈവിൽ കയറി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് വേഗം നമ്മൾ ഇറങ്ങിയിരിക്കുകയായിരുന്നു. പെരുമഴ കാരണമല്ലേ എപ്പോഴും ഒരേ കാലാവസ്ഥ, രാവിലെയാണോ വൈകുന്നേരമോ എന്ന് അറിയണില്ല, അങ്ങനെ മഴയുള്ള ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തിയിട്ട് നേരെ കുറച്ച് പൂജയ്ക്ക് കുറച്ച് ഫാൻസി സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു, മുടിമിടുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി നല്ല തിരക്കാണ് കേട്ടോ വളാഞ്ചേരിയിൽ. ദൈവമേ എന്തൊരു തിരക്ക്! ബ്ലോക്ക് ആണെങ്കിൽ അതിനെക്കാട്ടിലും അപ്പുറമാണ് അവിടെ. പിന്നെ ഇവിടെ നമ്മുടെ വളാഞ്ചേരിയിൽ എപ്പോഴും ബ്ലോക്ക് പിന്നെ മെയിനാണ് കേട്ടോ, ഏത് നേരം നോക്കിയാലും ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ വിഷു ഓണമൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ടല്ലോ. എനിക്കിങ്ങനെ റെഡ് കുപ്പികളൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ കടയാണേ, നല്ല എന്താ പറയുക, നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ. അവിടെ സ്വന്തം കടയിലൊക്കെ പോണ ഒരു വൈബ് തോന്നും കേട്ടോ. അമേലിയ എന്നാണ് കടയുടെ പേര്. വളാഞ്ചേരി AKG റോഡിനാണ് കേട്ടോ. നല്ല കസ്റ്റമർ സർവീസുമാണ്, അടിപൊളി കടയാണ്, നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പച്ചക്കറി അൽക്കുലത്തെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു മക്കളെ. ഇവിടെ പിന്നെ കുറച്ച് തിരക്ക് ഒഴിവായിരുന്നു ഈ സമയത്ത്, പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് പിന്നെ വരുമ്പോൾ മേടിക്കാൻ വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കയറിയത് കേട്ടോ. പിന്നെ നമ്മൾ തുണിക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാക്സി തുണിയില്ലേ, അത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതിനല്ലേ 190-150 രൂപയുള്ളൂ. അതാകുമ്പോൾ ഒരു അടിപൊളി ഒരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല നല്ല കളേഴ്സ് ഉണ്ട്, പക്ഷേ ഉള്ള കളറൊക്കെ എൻ്റെ കയ്യിലുള്ളതായതുകൊണ്ട് ഇല്ലാത്തൊരു കളർ നോക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ 200 രൂപയ്ക്ക് സൂപ്പറായിട്ടൊരു ടോപ്പ് കിട്ടും, എനിക്ക് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഞാനൊരു 100 രൂപയ്ക്ക് ഒരു പാൻറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാനൊരു പാൻറ്റും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഷോർട്ട്സ് ആയിട്ടിടാം കേട്ടോ. നമുക്കൊരു 100-300 രൂപയ്ക്ക് ഓണത്തിന് അടിപൊളിയായിട്ടൊരു പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിടുന്നതിൻ്റെ ഒരു സുഖം വേറെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ചിലവ് കുറച്ചിട്ട് പ്രാവശ്യം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഇനി പേട്ടനും അനിയനൊക്കെ ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തരും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പലചരക്കും വാങ്ങി വീട്ടിലേക്ക് പോരാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയുള്ളൂ, നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.